ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസണൽ, ന്യൂകാസിൽ, അസ്റ്റൺ വില്ല ടീമുകൾക്ക് വിജയം. നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ടോട്ടനാമിനെ 1-2 ഗോളുകൾക്കാണ് ആർസണൽ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ ആർസണൽ ലീഗിൽ 2-ാം സ്ഥാനത്തേക്ക് മുന്നേറി. ആർസണലിന്റെ മൈതാനത്ത് ടോട്ടനമാണ് ആദ്യ ലീഡെടുത്തത്. സ്പർസ് നായകൻ ഹ്യൂങ്-മിൻ സോങ് നേടിയ ഗോളാണ് ടോട്ടനത്തെ മുന്നിലെത്തിച്ചത്. എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ ആർസണൽ തിരിച്ചടിച്ചു. 40-ാം മിനിറ്റിൽ ഡൊമിനിക് സോളങ്കിയുടെ ഓൺ ഗോൾ ആർസണലിന് സമനില സമ്മാനിച്ചപ്പോൾ 44-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ഒഡേഗാർഡിന്റെ പാസിൽ നിന്ന് ലിയാൻഡ്രോ ട്രൊസാർഡ് ആർസണലിന് ലീഡ് നൽകി. തുടർന്ന് നിരവധി അവസരങ്ങൾ കണ്ടെത്തിയ ആർസണലിന് പക്ഷേ കൂടുതൽ ഗോളുകൾ നേടാനായില്ല. വിജയത്തോടെ 21 മത്സരങ്ങളിൽ 43 പോയിന്റുമായി ആർസണൽ 2-ാം സ്ഥാനത്തെത്തി. 21 മത്സരങ്ങളിൽ 24 പോയിന്റുള്ള ടോട്ടനം 13-ാം സ്ഥാനത്താണ്. പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡ് വിജയക്കുതിപ്പ് തുടരുകയാണ്. വോൾസിനെ സ്വന്തം മൈതാനത്ത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത ന്യൂകാസിൽ ലീഗിൽ 4-ാം സ്ഥാനത്തേക്കെത്തി. മത്സരത്തിൽ 34-ാം മിനിറ്റിൽ അലക്സാണ്ടർ ഇസാക്കാണ് ആദ്യ ഗോൾ നേടിയത്. തുടർച്ചയായ 8-ാം ലീഗ് മത്സരത്തിലാണ് അലക്സാണ്ടർ ഇസാക്ക് ഗോൾ നേടുന്നത്. 2-ാം പകുതിയിൽ 57-ാം മിനിറ്റിൽ ഇസാക്ക് ന്യൂകാസിലിന്റെ ലീഡ് ഇരട്ടിയാക്കി. 74-ാം മിനിറ്റിൽ ഇസാക്കിന്റെ അസിസ്റ്റിൽ ആന്റണി ഗോർഡൻ ന്യൂകാസിലിന്റെ ഗോൾ പട്ടികയും വിജയവും പൂർത്തിയാക്കി. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ തുടർച്ചയായ 9-ാം വിജയമാണിത്. 21 മത്സരങ്ങളിൽ 38 പോയിന്റുമായാണ് ന്യൂകാസിൽ ലീഗിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിയത്. മറ്റൊരു മത്സരത്തിൽ അസ്റ്റൺ വില്ല എവർട്ടനെ പരാജയപ്പെടുത്തി. എവർട്ടന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു അസ്റ്റൺ വില്ലയുടെ വിജയം. 51-ാം മിനിറ്റിൽ ഒലി വാറ്റ്കിൻസ് ആണ് വില്ലയുടെ വിജയ ഗോൾ നേടിയത്. ജയത്തോടെ 21 മത്സരങ്ങളിൽ 35 പോയിന്റുമായി അസ്റ്റൺ വില്ല 7-ാം സ്ഥാനത്തേക്ക് എത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.